ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഞാനും ഉമറും കൂടി മദീനയുടെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയത്താണ് അപ്പോൾ ഞങ്ങൾ ഒരു വീട്ടിൽ വെളിച്ചം കണ്ടു. സാധാരണ ആ സമയത്ത് വെളിച്ചം കാണാറില്ല, തെരുവിളക്കുകളൊന്നുമില്ല, എല്ലാവരും ഉറങ്ങേണ്ട സമയമായി. എന്നിട്ടും ഒരു വീട്ടിൽ ഇങ്ങനെ വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങൾ ആ വീടിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു. ചെന്ന് നോക്കുമ്പോൾ വീടിന്റെ മുൻവാതിൽ അടച്ചിട്ടുണ്ട്. അകത്തുനിന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു എന്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, അബ്ദുറഹ്മാൻ, ആ വീട് ആരുടെ വീടാന്ന് അറിയൂ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അത് റബീഅത്ത് ബിൻ ഉമയ്യയുടെ വീടാണ്. അതിനകത്ത് അവര് മദ്യപിക്കുകയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഉമറിനോട് പറഞ്ഞു, ഉമറേ, ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് പടച്ചോൻ നിരോധിച്ച കാര്യമാണ്. അള്ളാഹു ഒരാളുടെ രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിക്കരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്, പടച്ചോൻ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ് എന്ന് ഉമറിനോട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു നടപടി എടുക്കാതെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോന്നു എന്നാണ് സംഭവം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യനെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ താടിരോമത്തിൽ നിന്ന് കള്ള് ഇറ്റിറ്റ് വീഴുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ആ പിടിച്ചുകൊണ്ടുവന്ന ആളുകൾ പറഞ്ഞു, ഹാദാ ഫുലാനും തക്തുറു ലഹിയത്തുഹു ഖംറ, ഈ മനുഷ്യന്റെ താടിയിൽ നിന്ന് ഇങ്ങനെ കള്ള് ഇറ്റിറ്റ് വീഴുന്നുണ്ട്, അതുകൊണ്ട് ഇയാൾ കള്ളു കുടിച്ചിട്ടുണ്ട്, ഇയാളെ ശിക്ഷിക്കണമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ആ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന ആളുകൾ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആളുകളെ ഇങ്ങനെ ചൂഴ്ന്നന്വേഷിച്ച് തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നമ്മൾ ശിക്ഷിക്കാൻ നമ്മളോട് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഒരു തെറ്റ് ചെയ്യുന്ന നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ നമ്മൾ ശിക്ഷിക്കും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വെറുതെ വിട്ടു. കള്ളിങ്ങനെ ഇറ്റ് വീഴുന്ന മനുഷ്യനെയാണ് വെറുതെ വിടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീന പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തെ കുറിച്ച് പറയുന്നത്, അസ്മഅൽ അവാത്തിക, വീടുകളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ പോലും ആ പ്രസംഗം കേട്ടു. അത്ര ഉച്ചത്തിലാണ് ആ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ നിബിധങ്ങൾ പറഞ്ഞ പ്രധാന കാര്യം, യാ മഅ്ശറ മൻ ആമന ബി ലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഈമാൻ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യാത്ത മനുഷ്യരെ, ലാ തുഉദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾ അവരുടെ ന്യൂനതകൾ തേടി പോകരുത്. നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ തേടിപ്പോയാൽ അള്ളാഹു നിങ്ങളുടെ ന്യൂനത തേടും. നിങ്ങളുടെ ന്യൂനത അള്ളാഹു തേടിയാൽ നിങ്ങൾ വീടിനുള്ളിലിരുന്നാലും അള്ളാഹു നിങ്ങളെ നാണം കെടുത്തും. അതുകൊണ്ട് മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. തിന്മ കണ്ടാൽ വിരോധിക്കണം, പക്ഷെ നമ്മുടെ കൺമുമ്പിൽ കണ്ടാലാണ് തിന്മ തടയാൻ പറഞ്ഞത്. ആരെങ്കിലും തിന്മ ചെയ്യുന്നുണ്ടോ എന്ന് വീടിന്റെ ഉള്ളിൽ ഒളിഞ്ഞു നോക്കി അവരുടെ രഹസ്യത്തിലേക്ക് നോക്കിയിട്ട് കണ്ടുപിടിച്ച് തടയാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മുടെ കൺമുമ്പിൽ ഒരാൾ തെറ്റ് ചെയ്യുന്ന കണ്ടാൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് തിരുത്തരുത്. അതാണ് നമ്മുടെ ബാധ്യതയുള്ളൂ. മറ്റല്ലാതെ നമ്മൾ പോയാൽ നമ്മുടെ ന്യൂനതകൾ അല്ലാഹു പരതും. നമ്മുടെ ന്യൂനതകൾ അല്ലാഹു പരതിയാൽ അല്ലാഹു നമ്മളെ നാണം കെടുത്തും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.